അതിൻ്റെ ഒരു ഡയലോഗ്, അവന്റെ ദൃഷ്ടി പതിച്ചാൽ മതി പിഴച്ചു എന്ന് കരുതുമെന്ന്. ഓർക്കുന്നുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞ കണക്ക് എൻ്റെ കൂടെ എന്തെങ്കിലും പണിക്കിറങ്ങിയാൽ നഷ്ടം ഉറപ്പാന്ന് നാട്ടുകാർ മുഴുവൻ. ലാസ്റ്റിലത് 5 കൊല്ലം ചെയ്ത് ഒരു കച്ചവടവും പറ്റുപിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് മനസ്സിലായി, ഞാൻ ചെന്ന് ഈ 2 പത്ത് കിട്ടുമെന്ന് പറയുന്നവരൊക്കെ ഓടി രക്ഷപ്പെടും. സിമ്പിൾ, നിങ്ങൾ ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ സൂട്ടൊക്കെ ഇട്ട് ഇവിടുന്ന് ഗൾഫിൽ പോയി 10 കൊല്ലം കഴിഞ്ഞ് ഒരു കീറിയ ടീഷർട്ട് ഇട്ട് തിരിച്ചു വന്നാൽ മാഡം വന്ന് എന്നോട് ചോദിക്കുമോ എൻ്റെ മോനെയും കൊണ്ടുപോയി ഇതുപോലെ ആക്കി തരാൻ പറയുമോ? ആരെങ്കിലും പറയുമോ? ന്യായമായി ഞാൻ ചെന്ന് മൈലേജ് സെയിൽ പറഞ്ഞിട്ട് ആരും എൻ്റെ കൂടെ തുടങ്ങാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഫേസ് വാല്യൂ ഇല്ല, എൻ്റെ ട്രാക്ക് വളരെ മോശമാണ്, നഷ്ടങ്ങൾ മാത്രം വരുത്തിയത് നാട്ടിലെ ഏത് കൊച്ചു കുട്ടിക്കും അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ വീട് ജപ്തി ചെയ്ത് പോകുമെന്ന് ഉറപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ വീടിൻ്റെ ആധാരം ഇടുന്നത് തൊട്ടപ്പുറത്ത്, ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു യൂണിയൻ ബാങ്ക് ഉണ്ട്, ബോട്ട് കെട്ടിയിൽ, അറിയാമോ? ഈ ബോട്ട് കെട്ടി അടുത്ത് യൂണിയൻ ബാങ്കിൽ എൻ്റെ വീടിൻ്റെ ആധാരം ഇരിക്കുന്നത്. അവിടെയാണ് ഒരു കൊല്ലം ജില്ലക്കാരനായ പിള്ള സാറാണ് മാനേജർ. മുഴുവൻ പേര് പറയുന്നില്ല. സത്യത്തിൽ ഈ പിള്ള സാർ എന്നെ കൊണ്ട് ഈ ബിസിനസ് ചെയ്യിച്ചത്. എൻ്റെ അപ്പലൈന്മാരെക്കാൾ കൂടുതൽ എനിക്ക് കടപ്പാടാരോടാ. കാര്യം പലരും പറയും എന്നെ ഇവിടെ എത്തിച്ചത് എൻ്റെ അപ്പലൈനാണെന്ന് സ്നേഹത്തോടെ നന്ദിയോടെ പറയാറുണ്ട്. ശരിയാണോ അല്ലയോ? എനിക്ക് പറയാനുള്ളത് എൻ്റെ അപ്പലൈൻസിനേക്കാൾ ഉപരി എൻ്റെ അപ്പലൈൻ ഗ്രേറ്റ് മുബീൻ സാറാണ് എന്നോട് എല്ലാ കാലത്തും എനിക്ക് നന്ദി കടപ്പാടും. പക്ഷേ എന്നെ ഇറക്കിയത് പിള്ള സാർ. അങ്ങർക്ക് ഇന്നും ഡയറക്സിലേക്ക് എന്തോന്നും അറിയത്തില്ല. പക്ഷെ പുള്ളി എന്നെ ഇറക്കി. കാരണം പുള്ളി എന്നെ, ഞാനെപ്പോഴും പുള്ളി എന്നെ ഇങ്ങനെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് എൻ്റെ പാട്ട്, അറബിക്കഥ സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട്, തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കാത്തിരിക്കുന്നു. അപ്പോൾ ഈ പിള്ള സാർ സോഫ്റ്റായിട്ട് പറയും, അനിയ നിന്റെ പാട്ട് പോലെ ഒരു ബ്രാഞ്ച് മുഴുവൻ കാത്തിരിക്കുക, നീ തിരിച്ചു വരുമെന്ന് നോക്കി, നീ എന്നാ വരുന്നേ, എന്നാ പൈസ അടയ്ക്കുന്നത്, ഇങ്ങനെ അയാൾ ചോദിക്കും. ചില ദിവസം പുള്ളി വിളിക്കും, വീണ്ടും പറയാം, അനിയ നിന്നെ ആരാ ഇത് പഠിപ്പിച്ചത്? ഞാൻ ചോദിക്കും, എന്താ സാറേ വാങ്ങിച്ചാൽ കൊടുക്കണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരു ചെറുപ്പക്കാരന് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ഇയാളുടെ മുഖത്ത് കൊണ്ട് എറിയണം എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പീഡനമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 1 വർഷം എടുത്തു ഞാൻ ഇങ്ങനെ കുറേശ്ശെ പ്രൊഡക്റ്റ് ഒക്കെ വിറ്റ് പലരോടും ബിസിനസ് ഒക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി. ആദ്യത്തെ ഒരു കൊല്ലം കൊണ്ട് വന്ന വരുമാനത്തിൽ അത് വരുന്നുണ്ട്. ഇത് ഫോം 16 ആണ്, ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നവരോ ബാങ്കിങ്ങുകാരോ ഇൻഷുറൻസുകാരൊക്കെ ഉണ്ട്, ഇത് കണ്ടാൽ മനസ്സിലാവും. 2014 ജനുവരി ഞാനും എൻ്റെ സഹോദരനും ഒരുമിച്ചായി ബിസിനസ് തുടങ്ങിയത്. ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കാനുള്ള പണം മാത്രമേ ഞങ്ങളുടെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം തുടങ്ങിയ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ കമ്പനിയുടെ പേര് കാണാൻ, ഞങ്ങളുടെ പേരും അഡ്രസ്സും കാണാം. ആദ്യം തുടങ്ങിയ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ നിന്ന് 2014 ജനുവരി മാസം വന്ന വരുമാനം 663 രൂപയാണ്. ഒന്ന് കൈയടിച്ചു. ഒരു മാസം ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് 663 രൂപ കിട്ടിയത്. ഇപ്പം പ്ലംബിങ്ങിനോ വയറിങ്ങിനോ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഉച്ച വരെ ജോലി ചെയ്താൽ കിട്ടിയ പൈസ ഞങ്ങൾ ഒരു മാസം ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. എന്ന് വെച്ചാൽ അത്രയും പ്രതികൂലാവസ്ഥയായിരുന്നു തുടക്കം. 2ാമത്തെ മാസം 1500 കിട്ടി. 3ാമത്തെ മാസം ഇങ്ങനെ പതുക്കെ കയറി. 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ 1 ലക്ഷം രൂപ താഴെയാണ് ഞങ്ങൾക്ക് 2 പേർ കൂടെ കിട്ടിയത്.